ഹലോ എവ്രി വൺ, വെൽക്കം ടു JM അക്കാഡമി. സോ ഇന്നത്തെ വീഡിയോയിൽ OETയുടെ റൈറ്റിംഗ് ടാസ്ക് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കേസ് നോട്ട് എടുത്തിട്ടുണ്ട്. ഈ കേസ് നോട്ട് ഒന്ന് നമുക്ക് അനലൈസ് ചെയ്ത് എങ്ങനെ ഈ കേസ് നോട്ടിൽ നിന്ന് ഒരു ലെറ്റർ എഴുതാമെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം റൈറ്റിംഗ് ടാസ്ക് വായിച്ചു നോക്കാം. ആദ്യം നിങ്ങളുടെ കയ്യിൽ കേസ് നോട്ട് കിട്ടുമ്പോൾ വായിച്ചു നോക്കേണ്ടത് റൈറ്റിംഗ് ടാസ്ക് ആണ്. റൈറ്റിംഗ് ടാസ്ക് കൊടുക്കുന്നത് ആ കേസ് നോട്ടിന്റെ ഏറ്റവും അവസാനമാണ്. ഓക്കെ, സോ അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. Using the information given in the case notes, write a letter of referral to Dr. Mary Brown for assessment and management of the breast lump, briefly outlining your consultation with Miss Betty Wood today and your concerns. Okay, so ഒരു കേസ് നോട്ട് വായിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അതിനകത്തുനിന്ന് നമ്മൾ നോട്ട് ചെയ്യണം. ഓക്കെ, ഒന്ന്, നമ്മൾ ആർക്കാണ് ഈ ലെറ്റർ എഴുതുന്നത്, ആളുടെ അഡ്രസ് എന്താണ്, ജോബ് ടൈറ്റിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ലെറ്റർ എഴുതുന്നത് ഡോക്ടർ മേരി ബ്രൗണിനാണ്. ഓക്കെ, ഡോക്ടർ മേരി ബ്രൗണിന്റെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ രണ്ടാമത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, എന്തിനാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്, പേർപ്പസ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഫോർ അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ്, അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റിന് വേണ്ടിയാണ് ഈ ലെറ്റർ എഴുതുന്നത്. സോ അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ആണ് ഇവിടുത്തെ ഈ ലെറ്ററിന്റെ പേർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ ഏത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണ്, ലെറ്റർ ഓഫ് റെഫറൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ലെറ്റർ ഓഫ് റെഫറൽ നമുക്കറിയാം പലതരത്തിലുള്ള ലെറ്റേഴ്സ് ഉണ്ട്. ഹോം വിസിറ്റ്, നോൺ കേസ്, റെഫറൽ ലെറ്റർ, ട്രാൻസ്ഫർ ലെറ്റർ. സോ ഇവിടെ റെഫറൽ ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ റൈറ്റിംഗ് ടാസ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേസ് നോട്ട് വായിച്ചു നോക്കാം. ഓക്കെ, സോ കേസ് നോട്ടിൽ കൊടുത്തിരിക്കുന്ന ഇതാണ്, യു ആർ എ കമ്മ്യൂണിറ്റി നേഴ്സ്. നമ്മൾ ആരാണ്, ഒരു കമ്മ്യൂണിറ്റി നേഴ്സ് ആണ്. ഓക്കെ, മിസ് പെട്രീഷ്യ വുഡ് ഈസ് വൺ ഓഫ് യുവർ പേഷ്യൻസ്. ടുഡേ ഷീ ബ്രോട്ട് ഹർ മദർ ബെറ്റി വുഡ് ടു സീ യു. ഓക്കെ, സോ പെട്രീഷ്യ വുഡ് എന്ന് പറയുന്നത് നമ്മളുടെ പേഷ്യന്റ് ആണ്. ഈ പേഷ്യന്റിന്റെ മദറിനെ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മളെ കാണിക്കാനായിട്ട്. ഓക്കെ, അപ്പം മദർ ആണ് ഇവിടുത്തെ പേഷ്യന്റ്. സോ മിസ് ബെറ്റി വുഡ്. ഓക്കെ, ബെറ്റി വുഡ് ആരാണ്, പേഷ്യന്റിന്റെ മദർ ആണ്. അപ്പൊ മദറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കേസ് നോട്ടാണിത്. ഓക്കെ, സോ മിസ് ബെറ്റി വുഡ്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്, അഡ്രസ് കൊടുത്തിട്ടുണ്ട്, മെഡിക്കൽ ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്. സോ ഡേറ്റ് ഓഫ് ബർത്തും ഏജും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിന് പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, സോ മെഡിക്കൽ ഹിസ്റ്ററിയിൽ ലംപ് റൈറ്റ് ബ്രസ്റ്റ് ലാസ്റ്റ് 6 months പോസ്റ്റ് മെനപ്പോസൽ. സോ റൈറ്റ് ബ്രസ്റ്റിൽ ലംപ് ഉണ്ട് 6 months ആയിട്ട്. ഓക്കെ, നൗ മെഡിക്കേഷൻസിൽ ഫോർ 3 months ടേക്കിംഗ് മിക്സ്ചർ ഫ്രം നാച്ചുറൽ മെഡിസിൻ പ്രാക്ടീഷണർ. നാച്ചുറൽ മെഡിസിൻ പ്രാക്ടീഷണർ അടുത്തുനിന്ന് 3 months ആയിട്ട് മെഡിസിൻ എടുക്കുന്ന ആളാണ്, നാച്ചുറൽ മെഡിസിൻ എടുക്കുന്ന ആളാണ്. അത് എന്തൊക്കെയാണ്, ടർമറിക്, റോസ് ഹിപ്പ്, അങ്ങനെ കുറച്ച് നാച്ചുറൽ പ്രോഡക്ട്സിന്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഫാമിലി ഹിസ്റ്ററിയിൽ നോ നോൺ ഫാമിലി ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ ഹിസ്റ്ററി വിഡോ ആണ്, ലീവ്സ് അലോൺ 2 daughters. ഓക്കെ, now presenting complaints, patient's daughter concerned, mother has breast cancer, mother refusing to see doctor. അപ്പം മദറിന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്നുള്ള ഒരു കൺസേൺ ആണ്, ആൻഡ് മദർ റിഫ്യൂസിംഗ് ടു സീ ഡോക്ടർ ആണ്, അതായത് ഡോക്ടറിനെ കാണാൻ താല്പര്യം കാണിക്കുന്നില്ല. ഓക്കെ, നൗ ട്രീറ്റ്മെന്റ് റെക്കോർഡിൽ 6 October 2018 കൊടുത്തിട്ടുണ്ട് സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് പറയുന്ന കാര്യങ്ങൾ, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസസ് ചെയ്ത് ഒബ്സർവ് ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ സബ്ജക്റ്റീവിൽ പറയാണ് പേഷ്യന്റ് റിപ്പോർട്ട്സ് ലംപ് ഹാസ് എൻലാർജ്ഡ് ഓവർ ലാസ്റ്റ് 6 months. അപ്പം ലംപ് എൻലാർജ് ആകുകയാണ് ലാസ്റ്റ് 6 months ആയിട്ട്. കൺവിൻസ്ഡ് ഹെർബൽ മെഡിസിൻ വിൽ ഫിക്സ് ഇറ്റ്. സോ ഹെർബൽ മെഡിസിൻ ഫിക്സ് ചെയ്യും എന്ന് കൺവിൻസ്ഡ് ആണ് ആള്. ഡസൻ വോണ്ട് ടു സീ ഡോക്ടർ, ഡോക്ടറിനെ കാണാൻ താല്പര്യമില്ല. ബിലീവ്സ് ഇൻ നാച്ചുറോപ്പതിക് ട്രീറ്റ്മെന്റ്, നാച്ചുറോപ്പതിക് ട്രീറ്റ്മെന്റിൽ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. ഫിയേഴ്സ് ബീങ് ഫോഴ്സ്ഡ് ടു ഹാവ് ട്രീറ്റ്മെന്റ് ഷീ ഡസൻ വാണ്ട്. സോ മദറിനെ ഫോഴ്സ് ചെയ്യാണ് ഡോക്ടർ അല്ലെ. അപ്പം ഫോഴ്സ് ചെയ്യുന്നതിൽ പേടിയാണ്. മാമോഗ്രാം, ഫ്രൈറ്റൻഡ് ഓഫ് മെഷീനറി, മെഷീൻസിനെ പേടിയാണ്. ഡിസ്ട്രസ്റ്റ് ടെക്നോളജിയിൽ അധികം വിശ്വാസം ഇല്ലാത്ത ഒരാളാണ്. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവില് പോസ്റ്റ് മെനപ്പോസൽ വുമൺ, ക്ലീൻ, ഡ്രസ്ഡ് അപ്രോപ്രിയേറ്റ്ലി, ഫിസിക്കലി ഫിറ്റ് ആൻഡ് ആക്റ്റീവ്. സോ ഫിസിക്കലി ഫിറ്റ് ആയ, അപ്രോപ്രിയേറ്റ്ലി ഡ്രസ് ചെയ്തിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള ഒരാളാണ്. ഒബ്സർവ് ചെയ്തതിൽ കണ്ട കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നേഴ്സ് എക്സാമിൻ ചെയ്തപ്പോ 5 centimeter ഡയമീറ്ററിലുള്ള ഫിക്സ്ഡ്, ഹാർഡ് ആൻഡ് നോട്ട് പെയിൻഫുൾ ആയിട്ടുള്ളൊരു ലംബ് നോട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലഡി ഡിസ്ചാർജ് ഫ്രം നിപ്പിൾ, ആക്സിലറി ലിംഫ് നോഡ്സ് നോൺ പാൽപ്പബിൾ, റെസ്പിറേറ്ററി റേറ്റും BP ഒക്കെ കൊടുത്തിട്ടുണ്ട്. മോഡറേറ്റ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നൗ കൺസേൺ എന്ന് പറയുന്നത് അഗെയിൻ പറയാണ് അൺഐഡന്റിഫൈഡ് ലീഷൻ ഇൻ റൈറ്റ് ബ്രസ്റ്റ്, പേഷ്യന്റ് റിഫ്യൂസസ് ടു സീ ഡോക്ടർ. ഈ 2 കൺസേൺസ് ആണ്. ഓക്കെ, സോ ഈ ഒരു റൈറ്റ് ബ്രസ്റ്റ് ലംപ് ഉള്ളതിനെയും പേഷ്യന്റിന് ഡോക്ടറിനെ കാണാൻ മടിയുള്ളതിനെയും റിഫ്യൂസ് ചെയ്യുന്നതിനെയും കുറിച്ചാണ് നമ്മൾ ഈ ഒരു ലെറ്ററിൽ ഔട്ട്ലൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി മാനേജ്മെന്റിൽ കൊടുത്തിരിക്കുന്നത് ലോങ് ഡിസ്കഷൻ വിത്ത് പേഷ്യന്റ്, പേഷ്യന്റുമായിട്ട് ലോങ് ഡിസ്കഷൻ നടത്തി പേഷ്യന്റ് ഫൈനലി എഗ്രി ചെയ്തിട്ടുണ്ട് ഡോക്ടറിനെ കാണാൻ. ഡോക്ടർ ഫീമെയിൽ ഡോക്ടർ ആയിരിക്കണം. ഡോക്ടറിന്റെ ഡോക്ടറിനെ കാണാനായിട്ടാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ പേഷ്യന്റ് ടു ഡിസ്കസ് വിത്ത് ഡോക്ടർ ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് നോൺ ഫാർമസ്യൂട്ടിക്കൽ മാനേജ്മെന്റ് ഓപ്ഷൻ. സോ ഈ 2 മാനേജ്മെന്റ് ഓപ്ഷൻസും ഡിസ്കസ് ചെയ്യണം. അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്.
emphasize on decision about accepting treatment is hers. Dr. Conquers. Okay. Worried about patient's welfare. വെൽഫെയർ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് എന്നാണ്. അപ്പം പേഷ്യന്റ് ഹെൽത്തിൽ വറീഡ് ആണ്. ട്രസ്റ്റും റാപ്പോർട്ടും ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പേഷ്യന്റ് എഗ്രീഡ് ടു റിട്ടേൺ ഫോർ മോണിറ്ററിംഗ് ഓഫ് BP in 3 months. സോ മോഡറേറ്റ് ഹൈപ്പർ ടെൻഷൻ പറയുന്നുണ്ട്. അപ്പൊ BP മോണിറ്ററിംഗിന് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. റെഫർ ടു ഡോട്ടേഴ്സ് GP. ഡോട്ടറിന്റെ GPക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. എക്സ്പ്ലെയിൻ സിറ്റുവേഷൻ ആൻഡ് പേഷ്യന്റ് കൺസേൺ. ഈ സിറ്റുവേഷൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ ആർക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്? ഈ മകളുടെ GPക്കാണ്. സോ പേഷ്യന്റ് ആരാണ്? ഈ അമ്മയാണ്, മകളുടെ അമ്മയാണ്. ഓക്കെ. നൗ ഈ പേഷ്യന്റെ പ്രോബ്ലം എന്താണ്? റൈറ്റ് ബ്രസ്റ്റ് ലംബ് ആണ്. അവിടെ എക്സാമിനേഷനിൽ റിവീൽ ചെയ്ത കാര്യവും പേഷ്യന്റ് ഈ ട്രീറ്റ്മെന്റിനൊക്കെ റിഫ്യൂസ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. ആൻഡ് അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ്, ഫർദർ അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റിന് വേണ്ടിയാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. കേസ് നോട്ട് ഏകദേശം ഒരു സ്റ്റോറി പോലെ മനസ്സിലാക്കി എടുക്കുക. ഇനി നമുക്ക് ലെറ്റർ എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ ആദ്യം നമുക്കറിയാം ഒരു ലെറ്റർ തുടങ്ങുന്നത് ഡേറ്റ് അഡ്രസ്സ് വെച്ചിട്ടാണ്. ഓക്കെ. സോ ഇവിടെ നമുക്ക് ഡേറ്റ് ആദ്യം എഴുതുകയാണെങ്കിൽ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ട്രീറ്റ്മെന്റ് റെക്കോർഡിലുള്ള 6 October 2018 എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റ് ആണ്. ഓക്കെ. ഇത് എഴുതുക. ആൻഡ് അതിനുശേഷം നമ്മൾ എന്താ എഴുതേണ്ടത്? അഡ്രസ് എഴുതുക. ഓക്കെ. അഡ്രസ് ഡോക്ടർ മേരി ബ്രൗൺ. ആർക്കാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്? ആളുടെ അഡ്രസ് വേണം എഴുതാനായിട്ട്. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി താഴെ എഴുതുക. ഓക്കെ. നിക്സ് വില്ലേ വരെ എഴുതണം. ഓക്കെ. ഇനി അതിനുശേഷം നമുക്ക് എന്ത് എഴുതാം? നമുക്ക് റെഫറൻസ് അല്ലെങ്കിൽ ഡിയർ ഡോക്ടർ ബ്രൗൺ എന്ന് പറയാം അല്ലെ. ഡിയർ ഡോക്ടർ ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് എന്തെഴുതാം? റെഫറൻസ്. ആരെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്? പേഷ്യന്റിന്റെ പേര് എഴുതണം. പെട്രീഷ്യ വുഡ് എന്ന് എഴുതരുത്. പെട്രീഷ്യ വുഡ് ഡോക്ടർ ആണ്. മിസ് ബെറ്റി വുഡ് എന്ന് എഴുതുക. ആളുടെ ഡേറ്റ് ഓഫ് ബർത്തും എഴുതുക. ഓക്കെ. ഇത്രയും ക്ലിയർ അല്ലേ? ആദ്യത്തെ ഒരു പോർഷൻ. ഓക്കെ. സോ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. നമുക്ക് ഡേറ്റോ അഡ്രസ്സോ ഇതിലേതേലും ആദ്യം എഴുതാം. അതെഴുതി ഡിയർ ഡോക്ടർ ബ്രൗൺ എന്ന് പറഞ്ഞു. റെഫറൻസും എഴുതി. ഓക്കെ. ഇനി നമ്മൾ എന്താ എഴുതേണ്ടത്? ഇൻട്രൊഡക്ഷൻ. ഓക്കെ. ഒരു ലെറ്ററിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ തന്നെ റീഡറിന് മനസ്സിലാവണം എന്തിനാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്നുള്ളത്. ഓക്കെ. അല്ലെങ്കിൽ എനിക്ക് എന്തിനാണ് ഈ ലെറ്റർ കിട്ടിയത്, എന്ത് കാര്യമാണ് ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാവണം. ഓക്കെ. സോ ഇൻട്രൊഡക്ഷനിൽ 3 കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പേഷ്യന്റിന്റെ ഫുൾ നെയിം, പേർപ്പസ് ഓഫ് ദ ലെറ്റർ ആൻഡ് ദ പ്രോബ്ലം. ഓക്കെ. 3 P's. ഓക്കെ. സോ പ്രോബ്ലം നമുക്കറിയാം, പേർപ്പസ് അറിയാം, പേഷ്യന്റെ ഫുൾ നെയിമും അറിയാം. അത് നമുക്ക് നോർമലി എഴുതുന്നത് പോലെ ഒരു റെഫറൽ ലെറ്റർ ആണെന്നും അറിയാം അല്ലെ. ഐ എം റൈറ്റിംഗ് ടു റെഫർ. പേഷ്യന്റെ പേരെന്താണ്? മിസ് ബെറ്റി വുഡ്, ഹു റിക്വയേഴ്സ് ഫർദർ അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഫോർ ഹർ റൈറ്റ് ബ്രസ്റ്റ് ലംബ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. ഒരു മെത്തേഡാണ്. ഓക്കെ. ഇനി വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ് വുഡ് ഫോർ അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഹെർ റൈറ്റ് ബ്രസ്റ്റ് ലംബ് ദാറ്റ് ഷീ ഹാഡ് ഫോർ ലാസ്റ്റ് 6 months എന്ന് എഴുതാം. ഓക്കെ. ഇത്ര എഴുതി നിർത്താം. ഷീ ഹാസ് നോ നോൺ ഫാമിലി ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ എഴുതണം എന്നില്ല. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇത്ര എഴുതി നിർത്താം. ഓക്കെ. ഇമ്മീഡിയറ്റ്ലി അപ്പാരന്റ് ആകണം, ക്ലിയർ ആകണം, അത്രേ ഉള്ളൂ. ഇനി വേറൊരു രീതിയിൽ ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ടുഡേ യുവർ പേഷ്യന്റ് മിസ് പെട്രീഷ്യ വുഡ്, അതായത് പെട്രീഷ്യ വുഡ് ആരുടെ പേഷ്യന്റ് ആണ്? ഈ നമ്മൾ ലെറ്റർ ആർക്കാണോ എഴുതുന്നത് ആളുടെ പേഷ്യന്റ് ആണ് അല്ലെ. സോ ബ്രോട്ട് ഹർ മദർ, മദറിനെ കൊണ്ടുവന്നു. അത് മദറിന്റെ പേര് പറയണം. മിസ് ബെറ്റി വുഡ് ടു സീ മീ ബിക്കോസ് ഓഫ് ഹർ കൺസേൺ അബൌട്ട് എ ബ്രസ്റ്റ് ലംപ് ദാറ്റ് ഹർ മദർ ഹാസ് ഹാഡ് ഫോർ 6 months. ഓക്കെ. സോ പെട്രീഷ്യ വുഡ് മദറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം ഷീസ് കൺസേൺഡ് അബൌട്ട് മദറിന്റെ ബ്രസ്റ്റ് ലംപിൽ കൺസേൺഡ് ആണ്. 6 months ആയിട്ട് ഇതുണ്ട്. ഓക്കെ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഷീ റിക്വയേഴ്സ് അല്ലെങ്കിൽ ഹർ മദർ റിക്വയേഴ്സ് ഫർദർ അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് എന്ന് എഴുതി നിർത്താം. ഓക്കെ. സോ ഇൻട്രൊഡക്ഷൻ ക്ലിയർ അല്ലേ? പല രീതിയിൽ ഇൻട്രൊഡക്ഷൻ എഴുതാനായിട്ട് നമ്മൾ പറഞ്ഞു. എങ്ങനെ എഴുതിയാലും പേർപ്പസും പ്രോബ്ലവും പേഷ്യന്റിന്റെ ഫുൾ നെയിമും പേർപ്പസിൽ കാണണം. ഓക്കെ. അതിൽ കൂടുതലൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം. ഓക്കെ. സോ അടുത്ത പാരഗ്രാഫിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. മിസ് ബെറ്റി വുഡിന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അത് ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതുക. ചിലർ മെഡിക്കൽ കാര്യങ്ങൾ ആദ്യം എഴുതും. അത് എഴുതിയാലും ഓക്കെയാണ്, കുഴപ്പമില്ല. സോ ഇവിടെ മിസ് ബെറ്റി വുഡ് ഇസ് എ പോസ്റ്റ് മെനപ്പോസൽ വുമൺ ഹു ഈസ് ഫിസിക്കലി ഫിറ്റ്. സോ ഹർ പേഴ്സണൽ ഡീറ്റെയിൽ ആണ് നമ്മൾ പറയുന്നത് അല്ലെ. പോസ്റ്റ് മെനപ്പോസൽ വുമൺ ആണ്, ഫിസിക്കലി ഫിറ്റ് ആണ്. ഷീ ജനറലി റിഫ്യൂസസ് ടു സീ എ ഡോക്ടർ. പക്ഷെ എഗ്രി ചെയ്തിട്ടുണ്ട് അല്ലെ. റിഫ്യൂസിംഗ് ആയിരുന്നു, എഗ്രി ചെയ്തു. ആഫ്റ്റർ ലെങ്തി ഡിസ്കഷൻ ടു കൺസിഡർ സീയിങ് യു ടു ഡിസ്കസ് മാനേജ്മെന്റ് ഓപ്ഷൻസ് ഫോർ ദ ബ്രസ്റ്റ് ലംപ്. സോ ഷി വാസ് ഇനീഷ്യലി റിഫ്യൂസിംഗ് ടു സീ ദ ഡോക്ടർ ബട്ട് ഷീ ഹാസ് എഗ്രീഡ് ആഫ്റ്റർ ലെങ്തി ഡിസ്കഷൻ എഴുതാം. ഇനി ഷീ ഹാസ് സെഡ് ദാറ്റ് ഷീ ഡസന്റ് വാണ്ട് എ മാമോഗ്രാം ബിക്കോസ് ഷീ ഡസ് നോട്ട് ട്രസ്റ്റ് ടെക്നോളജി ആൻഡ് ഇസ് ജനറലി ആൻഷ്യസ് അബൌട്ട് ബീയിങ് ഫോഴ്സ്ഡ് ടു ഹാവ് ട്രീറ്റ്മെന്റ് ഷീ ഡസന്റ് വാണ്ട്. ഓക്കെ. ഇത് തിരിച്ചും നമുക്ക് പറയാം. She is anxious about being forced to have treatment she doesn't want because she is scared about having procedures. She is scared about doing procedures like mammogram
ആൻഡ് ഡസ് നോട്ട് ട്രസ്റ്റ് ടെക്നോളജി എന്ന് പറയാം. ഓക്കെ, അതെങ്ങനെയാലും നിങ്ങൾക്ക് എഴുതാം, ഞാനൊരു ജസ്റ്റ് ഐഡിയ തരുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അപ്പം ആ പേഴ്സണൽ ഡീറ്റെയിൽസ്, പേഷ്യന്റ് റിഫ്യൂസിങ് ആണ്, ഫിസിക്കലി ഫിറ്റ് ആണ്, പിന്നെ നമുക്ക് വിഡോ ആണ്, അങ്ങനെയൊക്കെ പറയാം. ബട്ട് അത്ര ഇമ്പോർട്ടന്റ് അല്ല ഇവിടെ. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫിൽ എന്താണ് നമ്മൾ എഴുതേണ്ടത്? നമ്മൾ എക്സാമിനേഷനിൽ കുറച്ച് കാര്യങ്ങൾ കണ്ടില്ലേ? ബ്രസ്റ്റ് ലംബില് പെയിൻഫുൾ ആണോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അത് നമുക്ക് എഴുതാം. ഓക്കെ, സോ എങ്ങനെ എഴുതാം? നമ്മൾ നോർമലി എഴുതുന്നത് പോലെ തന്നെ ഓൺ എക്സാമിനേഷൻ കോമ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഓൺ എക്സാമിനേഷൻ കോമ 5 centimeter ലംബ് വാസ് ഫൗണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ എക്സാമിനേഷൻ ഓഫ് മിസ് ബെറ്റി വുഡ്സ് റൈറ്റ് ബ്രസ്റ്റ് റിവീൽഡ് എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ ഹെർ എക്സാമിനേഷൻ റിവീൽഡ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, സോ 5 centimeter lump വിച്ച് വാസ് ഫിക്സ്ഡ് ഹാർഡ് ആൻഡ് നോട്ട് പെയിൻഫുൾ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുക. അതുപോലെ തന്നെ എന്താണ് ബ്ലഡി ഡിസ്ചാർജ് കണ്ടിട്ടുണ്ട് ഫ്രം ദ നിപ്പിൾ. ഓക്കെ, ഇൻ അഡീഷനോ മോർ ഓവറോ ഒക്കെ വെച്ചിട്ട് ഇൻ അഡീഷൻ ദർ വാസ് ബ്ലഡി ഡിസ്ചാർജ് ഫ്രം ദ നിപ്പിൾ ബട്ട് ദ ആക്സിലറി നോട്ട്സ് വെയർ നോൺ പാൽപ്പബിൾ എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ലാസ്റ്റ് 6 months ആയിട്ട് ബ്രസ്റ്റ് ലംബ് ഉണ്ടെന്ന് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മളത് റിപ്പീറ്റ് ചെയ്യേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാഞ്ഞത്. ഓക്കെ, ഇനി ഫോർ ദ ലാസ്റ്റ് 3 months ആയിട്ട് എന്തെടുക്കുന്നുണ്ട്? നാച്ചുറൽ മെഡിസിൻ എടുക്കുന്നുണ്ട് അല്ലെ? സോ മിസ് ബെറ്റി വുഡ് ഹാസ് ബീൻ ടേക്കിംഗ് എ മിക്സ്ചർ പ്രൊവൈഡഡ് ബൈ ഹർ നാച്ചുറോപാത്ത് എന്ന് എഴുതാം. ഈ മിസ് ബെറ്റി വുഡ് എന്ന് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ഫുൾ നെയിമിൽ എഴുതണം എന്നില്ല, സർനെയിം എഴുതാം കേട്ടോ. ഇനി ദർ ഇസ് നോ നോൺ ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഇൻ ദ ഫാമിലി, അത് നമുക്ക് ആഡ് ചെയ്യാം. ഒരു ക്യാൻസറിന്റെ അല്ലെങ്കിൽ ലംബ് ആയതുകൊണ്ട് ഈ റീഡറിന് ഒരു ഡൗട്ട് വരാം എന്തായിരിക്കും റീസൺ എന്നുള്ളത്, അതുകൊണ്ട് അത് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി അവസാനത്തെ പാരഗ്രാഫിൽ എന്ത് എഴുതണം? റെക്കമെൻഡേഷൻ എഴുതണം. ഇനി എന്താണ് റീഡർ ഈ പേഷ്യന്റിന് വേണ്ടി ചെയ്യേണ്ടത്? ഓക്കെ, സോ ഈ ലെറ്റർ ആരാണോ വായിക്കുന്നത് ആ ആൾ എന്തൊക്കെ പേഷ്യന്റിന് വേണ്ടി ചെയ്യണം അത് വേണം അവസാനത്തെ പാരഗ്രാഫിൽ എഴുതാൻ. സോ പ്ലീസ് അസസ് ആൻഡ് മാനേജ് മിസ് ബെറ്റി വുഡ് ഇൻ റിലേഷൻ ടു ദ ബ്രസ്റ്റ് ലംബ്. ഓക്കെ, സോ ബെറ്റി വുഡിനെ അസസ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യാനാ പറയുന്നത്. ഈ ബെറ്റി വുഡ് എന്നുള്ളത് കംപ്ലീറ്റ് ഫുൾ നെയിമിൽ എല്ലാ പാരഗ്രാഫിലും എഴുതണം എന്നില്ല, സർനെയിം എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഷീ വുഡ് ലൈക്ക് ടു നോ അബൌട്ട് ബോത്ത് ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് നോൺ ഫാർമസ്യൂട്ടിക്കൽ ഓപ്ഷൻസ്, അത് വേണം എന്ന് പറയുന്നുണ്ട് അവസാനം. ഓക്കെ, സോ പ്ലീസ് നോട്ട്, കൈൻഡ്ലി എന്നൊക്കെയുള്ള വാക്കുകൾ വെച്ചിട്ട് നമുക്കത് റെക്കമെൻഡേഷൻ പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അവസാനം പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ ഫോർ എനി ക്വയറീസ് എന്നോ അല്ലെങ്കിൽ പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ ഫോർ എനി ക്വയറീസ് എന്നുള്ള ഒരു കൺക്ലൂഷൻ സെന്റൻസ് വെച്ചിട്ട് നമുക്ക് ഈ ലെറ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ ഈ കേസ് നോട്ട് എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്ത് ലെറ്റർ എഴുതിയെന്ന് മനസ്സിലായില്ലേ? ആ ഓർഗനൈസ് ചെയ്ത രീതി നോക്കുക. ആദ്യം ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്, പിന്നെ നമ്മൾ പേഴ്സണൽ കാര്യവും മെഡിക്കൽ കാര്യവും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. രണ്ടുകൂടെ മിക്സ് ചെയ്ത് എഴുതരുത്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അത് 2 പാരഗ്രാഫിലായിട്ട് എഴുതുക. ഒരു പാരഗ്രാഫിൽ ഒരു 6 ലൈനിൽ കൂടുതൽ വരാൻ പാടില്ല. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് അവസാനം റെക്കമെൻഡേഷൻ പാരഗ്രാഫ് ഒരു 3-4 ലൈനിൽ എഴുതിയിട്ട് ലെറ്റർ വൈൻഡ് അപ്പ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു കേസ് നോട്ടും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.